കഴിഞ്ഞ 3 മാസമായി പശ്ചിമേഷ്യയിൽ തുടരുന്ന യുദ്ധത്തിന് അന്ത്യം കുറിക്കാൻ അമേരിക്കയും ഇറാനും തമ്മിൽ രൂപപ്പെടുത്തുന്ന സമാധാന കരാർ ഇസ്രായേൽ രാഷ്ട്രീയ സുരക്ഷാ രംഗത്ത് കടുത്ത ആശങ്കകൾക്ക് വഴിവെച്ചിരുന്നു. ഈ കരാർ ഇസ്രായേലിന്റെ തന്ത്രപരമായ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന വിലയിരുത്തലിനെ തുടർന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടിയന്തര സുരക്ഷാ ക്യാബിനറ്റ് യോഗം വിളിച്ചു ചേർത്തു. വാഷിംഗ്ടണിൽ നിന്നുള്ള പുതിയ നീക്കങ്ങളിൽ തനിക്ക് കാര്യമായ സ്വാധീനമില്ലെന്ന് നെതന്യാഹു സ്വകാര്യ സംഭാഷണങ്ങളിൽ സമ്മതിച്ചതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അമേരിക്കയും ഇറാനും തമ്മിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമാധാന കരാറിനെ ചുറ്റിപ്പറ്റി ഇസ്രായേൽ ഭരണകൂടവും സുരക്ഷാ ഏജൻസികളും കടുത്ത ആശങ്കയിലാണ്. ഇറാനുമേലുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ ഭാഗികമായി നീക്കം ചെയ്യാനും അതുവഴി വർഷങ്ങളായി വിവിധ ബാങ്കുകളിൽ തടഞ്ഞുവെച്ചിരുന്ന ഏകദേശം $20 ബില്യൺ വരുന്ന ഭീമമായ തുക അവർക്ക് തിരികെ ലഭ്യമാക്കാനും വഴിയൊരുക്കുമെന്ന ഈ കരാർ മേഖലയിലെ സ്ഥിതിഗതികളെയും തകിടം മറിക്കുമെന്ന് ഇസ്രായേൽ ഭയപ്പെടുന്നു. ഈ കരാറിന് പകരമായി ഇറാൻ ഹോർമുസ് കടലിടുക്ക് കപ്പൽ ഗതാഗതത്തിനായി പൂർണ്ണമായി തുറന്നുകൊടുക്കാനും തങ്ങളുടെ തർക്കവിഷയമായ ആണവ പരിപാടികളെക്കുറിച്ച് ചർച്ചകൾക്ക് തയ്യാറാകാനും സമ്മതിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ടെങ്കിലും ഇതിനെ ഒരു സുരക്ഷാ ദുരന്തമായാണ് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നത്. പ്രധാനമായി 3 കാരണങ്ങളാലാണ് ഇസ്രായേൽ ഈ നീക്കത്തെ ഏറ്റവും മോശം ആശയമായി വിശേഷിപ്പിക്കുന്നത്. ഒന്നാമതായി, ഈ കരാർ ഇറാനുമായുള്ള നിലവിലെ ആണവ പ്രശ്നങ്ങൾക്കോ അവർ ഇതിനകം സമാഹരിച്ചു വെച്ചിരിക്കുന്ന സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരത്തിനോ ഒരു ശാശ്വത പരിഹാരം കാണുന്നില്ല എന്നതാണ്. രണ്ടാമതായി, കരാറിലൂടെ ഇറാനിലേക്ക് ഒഴുകിയെത്തുന്ന കോടിക്കണക്കിന് ഡോളർ അവരുടെ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുന്നതിനേക്കാൾ ഉപരിയായി മേഖലയിലെ ഇസ്രായേൽ വിരുദ്ധ പ്രവർത്തനങ്ങളെയും സായുധ ഗ്രൂപ്പുകളെയും കൂടുതൽ ശക്തിപ്പെടുത്താൻ ഉപയോഗിക്കുമെന്ന ഭയം അവർക്കുണ്ട്. അവസാനമായി, ഈ യുദ്ധം ആരംഭിച്ചപ്പോൾ തങ്ങൾ ലക്ഷ്യമിട്ടിരുന്ന ഇറാനിലെ ഭരണകൂടത്തിന്റെ സ്വാധീനം കുറയ്ക്കുകയോ ആണവശേഷി പൂർണ്ണമായി നിർവീര്യമാക്കുകയോ ചെയ്യുക എന്ന തന്ത്രപരമായ ലക്ഷ്യങ്ങളൊന്നും ഈ കരാറിലൂടെ കൈവരിക്കാൻ കഴിയില്ലെന്ന തിരിച്ചറിവ് ഇസ്രായേൽ ഭരണകൂടത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ വിള്ളലുകൾ വീണിട്ടില്ലെന്ന് പുറമെ വരുത്തി തീർക്കാൻ ബെഞ്ചമിൻ നെതന്യാഹു കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ടെങ്കിലും വാഷിംഗ്ടണിന്റെ സുപ്രധാന തീരുമാനങ്ങളെ സ്വാധീനിക്കാനുള്ള ശേഷി തനിക്ക് നഷ്ടപ്പെട്ടുവെന്ന കടുത്ത യാഥാർത്ഥ്യം അദ്ദേഹം ആഭ്യന്തര സുരക്ഷാ ചർച്ചകളിൽ സമ്മതിക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ അസ്തിത്വത്തെയും സുരക്ഷയെയും നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിൽ പോലും തങ്ങളെ ചർച്ചകളുടെ വട്ടത്തിന് പുറത്തു നിർത്തുന്ന അമേരിക്കൻ നിലപാട് ടെൽ അവീവിലെ നേതൃത്വത്തെ അങ്ങേയറ്റം പ്രകോപിതരാക്കിയിട്ടുണ്ട്. ഇത്തരമൊരു രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിലും ലെബനനിലെ ഹിസ്ബുള്ളക്കെതിരായ സൈനിക നടപടികൾ പൂർവാധികം ശക്തിയോടെ തുടരാനും രാജ്യത്തിന്റെ സുരക്ഷാ അവകാശങ്ങൾ ഏതൊരു സാഹചര്യത്തിലും സംരക്ഷിക്കാനുമുള്ള കടുത്ത സമ്മർദ്ദത്തിലാണ് നെതന്യാഹു. നമ്മൾ നടത്തുന്ന തിരിച്ചടികളുടെ ആഘാതം വരും ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കും, ശത്രുക്കളെ നിർണായകമായി തന്നെ തകർക്കും എന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം മറുഭാഗത്ത് നയതന്ത്ര ചർച്ചകൾ നടക്കുമ്പോഴും അതിർത്തിയിലെ യുദ്ധവീര്യം ഒട്ടും കുറയ്ക്കില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് ആഗോള സമൂഹത്തിനും മേഖലയിലെ ശത്രു രാജ്യങ്ങൾക്കും നൽകുന്നത്. തന്ത്രപരമായ നീക്കങ്ങളിൽ തനിക്ക് പരിമിതികൾ ഉണ്ടെങ്കിലും ആഭ്യന്തര രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് മുന്നോട്ടു പോകാൻ നെതന്യാഹു ഇസ്രായേലി സൈനിക നടപടികളെ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് ചെയ്യുന്നത്. ലെബനനിൽ വെടിനിർത്തൽ നടപ്പാക്കാൻ ഇറാൻ സമ്മർദ്ദം ചെലുത്തുമ്പോഴും ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ള ഡ്രോൺ UAV ആക്രമണങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ്. ഇസ്രായേൽ സൈന്യം വടക്കൻ അതിർത്തിയിൽ ശക്തമായ ആക്രമണങ്ങൾ തുടരുമ്പോൾ തന്നെ കരാർ സംബന്ധിച്ച അനിശ്ചിതത്വം നെതന്യാഹുവിന് വലിയ ആഭ്യന്തര രാഷ്ട്രീയ സമ്മർദ്ദമാണ് നൽകുന്നത്. പ്രതിപക്ഷ പാർട്ടികൾ ഈ കരാറിനെ ഒരു ദുരന്തം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അമേരിക്കയുടെ ഈ പുതിയ നീക്കം പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള പരമ്പരാഗത സഹകരണങ്ങളിൽ വലിയ വിള്ളൽ വീഴ്ത്തിയിട്ടുണ്ടോ എന്ന സംശയം ബലപ്പെടുത്തുന്നു. മേഖലയിലെ എണ്ണ വിതരണം ഉറപ്പാക്കാനും യുദ്ധം അവസാനിപ്പിച്ച് സാമ്പത്തിക സ്ഥിരത കൈവരിക്കാനുമുള്ള അമേരിക്കയുടെ ആഗ്രഹം ഇസ്രായേലിന്റെ സുരക്ഷാ മുൻഗണനകളുമായി ഒത്തുപോകില്ല. കരാർ പൂർണ്ണമായി ഒപ്പുവെക്കപ്പെട്ടാൽ പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം രാജ്യത്തെ സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം വാഷിംഗ്ടണുമായുള്ള ഈ വിടവ് എങ്ങനെ നികത്തുമെന്നത് വലിയൊരു വെല്ലുവിളിയാണ്. വരും ദിവസങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും. അമേരിക്കയും ഇറാനും തമ്മിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുതിയ സമാധാന കരാർ പശ്ചിമേഷ്യയിൽ വലിയൊരു രാഷ്ട്രീയ അനിശ്ചിതത്വത്തിനാണ് തുടക്കമിട്ടിരിക്കുന്നത്. മേഖലയിലെ സുരക്ഷാ താൽപര്യങ്ങൾ മുൻനിർത്തി അമേരിക്കയെ സ്വാധീനിക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കടുത്ത പ്രതിസന്ധിയിലാണ്. നയതന്ത്ര തലത്തിൽ നടക്കുന്ന ഇത്തരം നീക്കങ്ങൾ ഇസ്രായേലിന്റെ തന്ത്രപരമായ സുരക്ഷാ ലക്ഷ്യങ്ങളുമായി ഒത്തുപോകാത്തതിനാൽ ടെൽ അവീവ് ഇതിനെ ശക്തമായി എതിർത്തു.
ഈ സാഹചര്യത്തിൽ നയതന്ത്ര ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോഴും ലെബനനിൽ ഹിസ്ബുള്ളക്കെതിരായ സൈനിക ആക്രമണങ്ങൾ കൂടുതൽ തീവ്രമാക്കാനാണ് ഇസ്രായേലിന്റെ തീരുമാനം. കരാറിന്റെ പേരിൽ വാഷിംഗ്ടണുമായുള്ള ബന്ധത്തിലുണ്ടാകുന്ന വിള്ളൽ മറികടക്കുക എന്നതും സ്വന്തം രാജ്യത്തെ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നതും നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ്. മൊത്തത്തിൽ ഈ കരാർ നടപ്പിലായാൽ അത് പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തുമെന്നും വരും ദിവസങ്ങളിൽ നടക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ ഈ മേഖലയിലെ യുദ്ധത്തിന്റെ ഗതിയെ തന്നെ നിർണയിക്കുമെന്നുമാണ് വാർത്തകൾ നൽകുന്ന സൂചന. ഇതൊരു ആഗോള രാഷ്ട്രീയ വിഷയമായതിനാൽ വരും ദിവസങ്ങളിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നിലപാടുകളിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുക എന്നത് ലോകരാജ്യങ്ങൾ വളരെ ഗൗരവത്തോടെയാണ് ഉറ്റുനോക്കുന്നത്.